കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ശബ്ദം ഓക്കെ ആണ് എങ്കിൽ ഒന്ന് പറയണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 12 ഡേയ്സ് PYQ ഗാലയുടെ 2ാം ദിവസമാണ് ഇന്ന്. 1ാമത്തെ ദിവസം നമ്മൾ വളരെ പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തു. ഒരിക്കൽ കൂടി പുതുതായിട്ട് വരുന്ന ആളുകളോട് പറയാനുള്ളത്, ഇത് 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണ്. എല്ലാ PSC പരീക്ഷയ്ക്കും, ഡിഗ്രി ലെവൽ മുതൽ എല്ലാ PSC പരീക്ഷയ്ക്കും ആവശ്യമായിട്ടുള്ള മുഴുവൻ സിലബസിനെയും കവർ ചെയ്യുന്ന, 12 ദിവസം കൊണ്ട് കവർ ചെയ്യുന്ന ഏറ്റവും സമഗ്രമായ ഒരു സീരീസ് ആണത്. ഈ 12 ക്ലാസ്സുകളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഒപ്പം ആ സിലബസ് ഒന്ന് വായിച്ചിട്ട് കൂടി വരിക, ഒന്ന് പഠിച്ചിട്ട് കൂടി വന്നാൽ ഏറ്റവും ബെറ്റർ ആവും. എന്തായാലും നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് ഇംഗ്ലീഷിൽ വായിക്കാൻ ഒരു പക്ഷേ ഈ ഒരു ക്ലാസ് മാത്രം മതിയാവും. കാരണം 600 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. വൊക്കാബുലറി വിഭാഗത്തിൽ നിന്ന് വരുന്ന 3 ടോപ്പിക്കുകളാണ്. ഒന്ന് സിംഗുലർ ആൻഡ് പ്ലൂറൽ, 2 കോമ്പൗണ്ട് വേർഡ്സ്, 3 പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. ഇത് 3ഉമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായ ഏരിയാസ് ആണ്, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ഞാൻ 50 ചോദ്യം ചോദിക്കുമ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവർത്തന വിരസത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അത്ര സിമ്പിളായ ടോപ്പിക്കാണ്. ഒരു 10 or 20 ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെ നമുക്ക് മുഴുവൻ മാർക്ക് കിട്ടുന്ന ഏരിയ ആണ്. എങ്കിലും ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തറോ ആവാൻ നിങ്ങൾ ഈ ഒരു 50 ക്വസ്റ്റ്യൻ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതാ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. What is the plural of medium? What is the plural of medium? Medium എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂരൽ എന്താണ്? വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. ഓക്കെ, എന്റെ പേര് ജാഫർ സാദിഖ് എന്നാണ്. ആരോ പേര് ചോദിക്കുന്നുണ്ട് അവിടെ. ജാഫർ സാദിഖ് കേട്ടോ. ഞാൻ അണ്ണ അക്കാദമിയിലെ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ മീഡിയം എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂരലാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. തീർച്ചയായിട്ടും ഏതാ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. മീഡിയ. മീഡിയയിൽ എല്ലാ മീഡിയവും ഉണ്ട്, എല്ലാ മാധ്യമങ്ങളും ഉണ്ട്. മീഡിയ. ഓക്കെ, അപ്പൊ മീഡിയ പ്ലൂരലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് സാധാരണയായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. 2ാമത്തെ ക്വസ്റ്റ്യൻ. കുറച്ച് വേഗത്തിൽ പോവാം നമുക്ക്, കാരണം ഇത് 50 ചോദ്യം ഉണ്ടല്ലോ, പെട്ടെന്ന് തീർക്കണ്ടേ. 2ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് വേർഡ് ഇൻ പ്ലൂറൽ ഫോം. താഴെ തന്നിരിക്കുന്നവയിൽ പ്ലൂറൽ രൂപത്തിലുള്ള ഒരു വാക്കുണ്ട്. ഏതായിരിക്കും അത്? ഫംഗസ്, ക്രൈറ്റീരിയോൺ, ഗൂസ് ആൻഡ് ഫർണിച്ചർ. ഞാനിവിടെ അനുബന്ധ വിവരങ്ങൾ ഇപ്പൊ പറയാത്തത്, അനുബന്ധ വിവരങ്ങൾ ഞാൻ പറഞ്ഞ അത് അടുത്ത ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. വെരി ഗുഡ്. ഏതാ ഇവിടെ ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ്. നമുക്കറിയാം ഫർണിച്ചർ എന്ന് പറയുന്നത് ആ വാക്ക് ഇറ്റ്സെൽഫ് പ്ലൂറൽ ഫോം. ഫർണിച്ചർ തന്നെ പ്ലൂറൽ ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഫംഗസിന്റെ പ്ലൂറൽ നിങ്ങൾക്കറിയാം, ക്രൈറ്റീരിയോണിൻ്റെതറിയാം, ഗൂസിൻ്റെതറിയാം അല്ലേ? ഓക്കെ, ഫംഗസ് ഒരു സിംഗുലർ ആണ്, ക്രൈറ്റീരിയോണും ഗൂസും ഒക്കെ സിംഗുലർ ആണ്. അതിൻ്റെയൊക്കെ പ്ലൂറൽ നിങ്ങൾക്കറിയാം, ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ചോദ്യമാവാൻ സാധ്യതയുണ്ട്. 3ാമത്തെ ക്വസ്റ്റ്യൻ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. PYQs മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, അല്ലാത്തത് ഡിസ്കസ് ചെയ്യാൻ യാതൊരു വിധേനയും ഡിസ്കസ് ചെയ്യില്ല. 3ാമത്തെ ചോദ്യം, ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ക്രൈറ്റീരിയോൺ. ക്രൈറ്റീരിയോൺ എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂരൽ എന്താണ്? നമ്മൾ മാനദണ്ഡം എന്നൊക്കെ പറയാറുണ്ടല്ലോ, മാനദണ്ഡം. അപ്പൊ മാനദണ്ഡങ്ങൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? തീർച്ചയായിട്ടും ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ക്രൈറ്റീരിയ. എന്തൊക്കെയാ മാനദണ്ഡങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? വാട്ട് ആർ ദ ക്രൈറ്റീരിയ? ക്രൈറ്റീരിയാസ് എന്ന് പറയണ്ട കേട്ടോ. നമ്മൾ പലപ്പോഴും ക്രൈറ്റീരിയാസ് ഒക്കെ ഒന്ന് പറ. ക്രൈറ്റീരിയ ഇറ്റ്സെൽഫ് പ്ലൂറൽ. അതിന് സിംഗുലർ ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു മാനദണ്ഡം മാത്രം പറഞ്ഞാൽ മതിയെങ്കിൽ എന്ത് മതി? ക്രൈറ്റീരിയോൺ എന്ന് പറഞ്ഞാൽ മതി. ക്രൈറ്റീരിയ ഈസ് എ പ്ലൂറൽ ഫോം ഓഫ് ക്രൈറ്റീരിയോൺ. നെക്സ്റ്റ് വൺ. ട്രാപ്പാണ് ദിലീപ്, തീർച്ചയായിട്ടും. 4ാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ പ്ലൂറൽ ഫോം ഓഫ് ഹീറോ. ഹീറോ എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ എന്താ? വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ?
പിക്ക് ഔട്ട് ദ പ്ലൂറൽ ഫോം ഓഫ് ദ ഹീറോ. ഏതായിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം? ഹീറോ. സിമ്പിളാണ്. സാധാരണ ഓയിൽ അവസാനിക്കുന്ന വാക്കുകൾ അതിന്റെ പ്ലൂറൽ എഴുതുമ്പോൾ ES ഉണ്ടാകും. ഓയിൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ മാംഗോ കേട്ടിട്ടില്ല? മാംഗോ. അതിന്റെ പ്ലൂറൽ എന്താ? ഒരു ES കൂട്ടിയാൽ മതി. ഇതാണ് കോമൺ റൂൾ കേട്ടോ. എന്നാൽ അപൂർവം ചില വാക്കുകൾക്ക് ആ റൂൾ തെറ്റിക്കാറുമുണ്ട്. അതേതാന്നുള്ളത് ചോദ്യത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ മാംഗോസ് എന്നൊക്കെ പറയാം. ഹീറോസ് ഒരു ES കൂട്ടുമ്പോൾ ഓക്കെ, അതിന്റെ പ്ലൂറലായി. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. ദ പ്ലൂറൽ ഓഫ് ഡൈനാമോ. ഡൈനാമോ എന്ന് പറയുന്ന വാക്കിന്റെ മെസ്സേജിന് റിപ്ലൈ ഇല്ല. ആരാ ചോദിച്ചത്? ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ? റിയലി സോറി കേട്ടോ, ഞാൻ ഈ ചോദ്യം വായിച്ചു പോയതിൻ്റെ ഇടയിൽ നിങ്ങളുടെ സംശയങ്ങൾ കാണുന്നില്ല. പെട്ടെന്ന് പോലെ മനഃപൂർവ്വം അല്ല കേട്ടോ. ഓക്കെ, ദ പ്ലൂറൽ ഓഫ് ഡൈനാമോ ഇസ്. ഇത് വളരെ സിമ്പിൾ ആണ്. സാധാരണ ഓയിൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ ഒരു ES കൂട്ടിയാൽ മതിയെങ്കിൽ ഡൈനാമോയ്ക്ക് അങ്ങനെയില്ല. അതാണ് ഡൈനാമോയുടെ പ്രത്യേകതയും. അതുകൊണ്ടാണ് ഈ വാക്ക് പരീക്ഷയിൽ ആവർത്തിച്ചു വരുന്നതും. സൂക്ഷിക്കുക, വെറും S ഇട്ടാ മതി. ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കാം. ദ പ്ലൂറൽ ഫോം ഓഫ് സീരീസ് ഇസ്. മറ്റൊരു കെണിയാണത്. ഒരുപാട് പേര് പരീക്ഷയ്ക്ക് തെറ്റിച്ച ഒരു ചോദ്യമാണ്. ഏതായത് ഈ കൂട്ടത്തില്? സീരീസ്, സീരീസസ്, സീരീസസ്, സീരീസ്. 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതായിരിക്കും ശരി? പറഞ്ഞോളൂ. വളരെ സിമ്പിൾ ആണ്. ഏതാ? ഓപ്ഷൻ A ആണ് ശരി. സീരീസ്. സീരീസ് വളരെ സിമ്പിൾ അല്ലേ? സീരീസിന്റെ പ്ലൂറൽ സീരീസ് തന്നെയാണ്. ചില വാക്കുകളുടെ പ്ലൂറൽ അതേ വാക്ക് സിംഗുലറും പ്ലൂറലും സെയിം ആണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം, കാരണം പലതും ചോദ്യമായിട്ട് വരുന്നത് കൊണ്ട്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. മേരി വാസ് ആൻ ഡാഷ് ഓഫ് റീഡ്. 2015 ചോദ്യം. റീഡ്, ഈ R ക്യാപിറ്റൽ വേണം കേട്ടോ, കാരണം ഇതൊരു സ്ഥാപനത്തിന്റെ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേരായിരിക്കും. അതുകൊണ്ടാണ്. അപ്പൊ ഏതാണ് ഇവിടെ ശരി ഉത്തരം? അലൂമിനസ്, അലൂമിനെ, അലൂമിനി, അലൂമിന. ഏതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? മേരി. മേരി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. നമുക്ക് ആ പേര് കേട്ടാൽ അറിയാം. അപ്പൊ വിദ്യാർത്ഥിനി, റീഡ് എന്ന് പറഞ്ഞ ഈ ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി. എന്താണ് വിദ്യാർത്ഥിനി? വിദ്യാർത്ഥിനിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം? ഫിലോമിനെ ഓർത്താ മതി, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അലൂമിന കേട്ടോ. അലൂമിന എന്ന് പറഞ്ഞാൽ ഫിലോമിനെ ഓർത്താ മതി. അലൂമിന, ഫിലോമിന, അലൂമിന. അലൂമിന എന്ന് പറഞ്ഞ വിദ്യാർത്ഥിനിയാണ്. ഒരു പൂർവ്വ വിദ്യാർത്ഥി. വെറും വിദ്യാർത്ഥിനി അല്ല, പൂർവ്വ വിദ്യാർത്ഥിനി കേട്ടോ. പൂർവ്വ വിദ്യാർത്ഥിനി അലൂമിന. എന്നാൽ നമ്മൾ വേറെ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്താ? അലൂമിനി അല്ലെ? അലൂമിനി എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ, പെൺകുട്ടികളൊക്കെ അതിനകത്ത് ഉൾപ്പെടും അല്ലെ? ഫൈസൽ കെ ടോപ്പിക് ഇട്ട മെസ്സേജ് അയച്ചോ? റിയലി സോറി, ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും ഒന്ന് ആ ടോപ്പിക്കിന്റെ ലിങ്ക് കുറച്ച് ഈ വീഡിയോ കഴിയുമ്പോൾ വീഡിയോയുടെ താഴെ കമന്റിന്റെ ഭാഗത്ത് ഞാൻ ഇട്ട് തരാം കേട്ടോ. ഫൈസൽ, ഡോണ്ട് വറി. ഇല്ല, നേരത്തെ തന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാലും മതി. ഇന്ന് ചെക്ക് ചെയ്യാം, ചിലതൊക്കെ കാണാതെ പോയിട്ടുണ്ടാവും. അപ്പോൾ അലൂമിന പെൺകുട്ടികൾ. പെൺകുട്ടിയാണെങ്കിൽ, വിദ്യാർത്ഥിനിയാണെങ്കിൽ അലൂമിനയാണ്. അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? കുറെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അപ്പൊ അലൂമിനെ, അലൂമിന, അലൂമിനെ. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. പ്ലൂറൽ ഫോം ഓഫ് ഗൂസ്. ഗൂസ്. കിഷൻ ചന്ദ്രൻ, ഇന്ന് രാത്രി 10 മണിക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അൺ അക്കാദമി ഫ്രീയില് മോക്ക് ടെസ്റ്റ് ഉണ്ട് രാത്രി 10 മണിക്ക്. 10:18 ഓക്കെ, അപ്പൊ ഇവിടെ പ്ലൂറൽ ഫോം ഓഫ് ഗൂസ്. ഗൂസ് എന്താ? ഗൂസിന്റെ പ്ലൂറല് ഈ ഓ വരുന്ന വാക്കുകളുടെയൊക്കെ പ്ലൂറലിൽ ഇ ഉണ്ടാവും. ഓ ഉള്ളതിലൊക്കെ ഇ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഏതാ ശരി ഉത്തരം? ഇതാണ്. നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു ഉദാഹരണം പറയാമോ? ഓ വരുന്നതിന്റെ പ്ലൂറൽ ഇ വരുന്ന ഒരു വാക്ക് പറയാമോ? ഇതൊരു പൊതു റൂളാണ്. ഓ ഉണ്ടെങ്കിൽ അതിന്റെ പ്ലൂറൽ ഇ ആയിരിക്കും. ഉദാഹരണം, നിങ്ങൾ ടൂത്ത്, പല്ല്. ഒരു പല്ലിന് നമ്മൾ ടൂത്ത് എന്ന് പറയും. കുറെ പല്ലുണ്ടെങ്കിലോ ടീത്ത് ആണ്. കാല്, കാൽപാദം നമ്മൾ ഫൂട്ട് എന്ന് പറയും.
അതിന്റെ പ്ലൂരലാണ് ഫീറ്റ്. കണ്ടോ, ഒ ഒ ഇ ഇ. ഇത് നിങ്ങൾ ശരിക്കും പ്ലൂരൽ ഒന്ന് എല്ലാ വാക്കുകളെയും ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഓയിൽ അവസാനിക്കുന്നതിന്റെ പ്ലൂരൽ ഒരു ഇ എസ് കൂടി കൂട്ടിയാൽ മതി. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. അതുപോലെ ആയിൽ അവസാനിക്കുന്ന അലൂമിന, ഫിലോമിന എന്നൊക്കെ പറഞ്ഞില്ലേ, എയിൽ അവസാനിക്കുന്നതിന്റെ പ്ലൂരൽ ഒരു ഇ കൂടി അപ്പുറത്തിട്ടാൽ മതി. ഇങ്ങനെ ചില സംഗതികളുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അല്ല അമൃത, എല്ലാ ദിവസവും ഉണ്ടാവും. കുറച്ച് കേട്ടോ, റിവിഷൻ ടോപ്പിക്ക് ഇന്നുണ്ടാവും, എല്ലാ ദിവസവും ഉണ്ടാവും. 9ാമത്തെ ചോദ്യം, ദ പ്ലൂറൽ ഫോം ഓഫ് നെബൂല. ഇത് നിങ്ങൾക്ക് ഒരു ബോണസ് മാർക്ക് ആയി പോയി അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അഡീഷണൽ പോയിന്റ് പറയില്ല. അഡീഷണൽ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. ഇപ്പൊ ഞാൻ പറഞ്ഞേ ഉള്ളൂ, എയിൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂരലിന് ഇപ്പുറത്തൊരു ഇ ഇട്ട് കൊടുത്താൽ മതി. നെബൂലേ, നെബൂല, നെബൂലേ, നെബൂല, നെബൂലേ. അലൂമിന, അലൂമിനെ. യെസ്. 10ാമത്തെ ചോദ്യം, പ്ലൂറൽ ഫോം ഓഫ് ലീഫ്. ലീഫിന്റെ പ്ലൂറൽ ഫോം അറിയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. എഫിൽ അവസാനിക്കുന്ന വാക്കുകൾ, എഫ് ശബ്ദത്തിൽ അവസാനിക്കുന്ന വാക്കുകളുടെ ഒക്കെ പ്ലൂറൽ ഏതൊക്കെയാ? വൈഫ്, നൈഫ്. അയ്യോ റിയലി സോറി കേട്ടോ, മനഃപൂർവ്വം അടുത്തടുത്ത് എഴുതിയതല്ല. ആരും കച്ചറയാക്കരുത്. വൈഫ് നൈഫ് അടുത്ത് എഴുതി കച്ചറയാവും. ഓക്കെ, വൈഫ്, നൈഫ്, ലീഫ്, തീഫ്, തീഫ്. ഇങ്ങനെ എഫിൽ അവസാനിക്കുന്നതിന്റെയൊക്കെ പ്ലൂറൽ എന്തായിരിക്കും? ലീവ്സ്. വൈഫ് വൈഫ്സ്, ഭാര്യ ഭാര്യമാർ വൈഫ്സ്, നൈഫ് നൈഫ്സ്, ലീഫ് ലീവ്സ്, തീഫ് തീവ്സ്. ഓക്കെ, അടുത്തതിലേക്ക് വരാം. 11ാമത്തെ ചോദ്യം, ദ പ്ലൂറൽ ഫോം ഓഫ് സിസ്റ്റർ ഇൻ ലോ. സിസ്റ്റർ ഇൻ ലോ. സിസ്റ്റർ ഇൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിസ്റ്റർ ഇൻ ലോ, മരുമകൾ. സോറി, അത് ഡോട്ടർ ഇൻ ലോ അല്ലേ? നമ്മളെ പേരക്കുട്ടീനെയൊക്കെ നമ്മൾ സിസ്റ്റർ ഇൻ ലോ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അല്ല നാത്തൂൻ, നാത്തൂൻ, സിസ്റ്റർ ഇൻ ലോ നാത്തൂൻ, നാത്തൂൻ. മറ്റേത് ഡോട്ടർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ മരുമകൾ. സൺ ഇൻ ലോ എന്ന് പറഞ്ഞാൽ മരുമകൻ. യെസ്. അപ്പൊ ഇത് നമുക്കറിയാം, ഇതൊരു എന്ത് വാക്കാണ്? ഈ സിസ്റ്റർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ. മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ അമ്മയമ്മ, മദർ ഇൻ ലോ. ഇങ്ങനെയുള്ള കോമ്പൗണ്ട് വേർഡുകൾ, ഇതിന് കോമ്പൗണ്ട് വേർഡ്സ് എന്നാ പറയുക. ഇത്തരം കോമ്പൗണ്ട് വേർഡ്സുകളുടെ പ്ലൂറൽ ഇവിടെ പ്ലൂറൽ ആക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ ഇൻ ലോയുടെ ഇത് സിസ്റ്റേഴ്സ് ഇൻ ലോയാണ് വരിക. യെസ്. ഷബീബ ഫൈസൽ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾക്ക് എല്ലാ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിലും 7510 690 442 ഉണ്ടല്ലോ, ഇതിൽ കോൺടാക്ട് ചെയ്യുക. അൺഅക്കാദമി പ്ലസിനെ കുറിച്ച് പഠിക്കാൻ, നിങ്ങൾക്ക് ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ, ഏതെങ്കിലും ഗ്രൂപ്പിൽ, സ്പെഷ്യൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഒക്കെ അതിനകത്ത് കോൺടാക്ട് ചെയ്തോളൂ. 12ാമത്തെ ചോദ്യം, ദ ഇൻകറക്റ്റ് മാച്ച് ഫ്രം ദ ഫോളോയിങ് ഈസ്. താഴെ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് മാച്ച് ഏതായിരിക്കും? ഒന്ന് നോക്കിയേ. മസിയർ, മസ്യൂസ്, ഫിയാൻ, ഫിയാൻസി, വിസാർഡ്, അലൂമിനെ, അലൂമിന, അലൂമിനെ. ഏതൊരെണ്ണം അവിടെ സൂട്ടബിൾ അല്ല? ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടൂലേ. ഈ മസിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മസാജ് ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ പറയുന്നതാണ്. ഫിയാൻസ്, ഫിയാൻസിയിലെ പ്രതിശ്രുത വരണം നമ്മൾ ഫിയാൻസ് എന്ന് പറയും. അലൂമിന, അലൂമിനയിലെ വിദ്യാർത്ഥിനി, വിദ്യാർത്ഥിനികൾ. എന്നാൽ ഇവിടെ വിസാർഡ് എന്ന് പറഞ്ഞ ദുർമന്ത്രവാദിയാണ്. അതിനൊരിക്കലും ഇതെന്താവില്ല, സൂട്ടാവില്ല. റിയലി സോറി, ഇവിടെ മാർക്ക് ചെയ്ത മാറിപ്പോയതാ. ഈ കളർ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. റിയലി സോറി, അവിടെ മാർക്ക് ചെയ്തത് മാറിപ്പോയതാണ്. കറുത്ത നിറം കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ദിസ് ഈസ് നോട്ട് ദ ആൻസർ. കമ്പ്യൂട്ടർ തെറ്റ് പറ്റിയതാട്ടാ. ഓക്കെ, വിസാർഡ്, അലൂമിനെ. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. വിസാർഡിന്റെ വിച്ചാണ് വേണ്ടത് അല്ലേ? വിസാർഡിന്റെ വിച്ചാണ് വേണ്ടത്, സ്ത്രീലിംഗമായിട്ട് വേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് വരാം. അപ്പൊ അത് ശരിക്കും പുല്ലിംഗോ സ്ത്രീലിംഗമാണ്, പ്ലൂറൽ അല്ല. 13ാമത്തെ ചോദ്യം, പ്ലൂറൽ ഫോം ഓഫ് എ ലാർവ. ലാർവയുടെ പ്ലൂറൽ ഫോം ഏതാണ്? ലാർവയുടെ പ്ലൂറൽ ഫോം പറഞ്ഞോളൂ. എയിൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ ഇപ്പുറത്ത് ഒരു ഇ ഇട്ടാ മതി എന്ന് പറഞ്ഞിരുന്നല്ലോ നമ്മൾ നേരത്തെ. നെബുല കണ്ടില്ലേ? നെബുല, നെബുല, നെബുലേ എന്ന് പറഞ്ഞതുപോലെ ലാർവ, ലാർവേ. ഓക്കെ,
അടുത്ത 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താ 14ാമത്തെ ക്വസ്റ്റ്യൻ? ഡാഷ് ആർ പ്രോബബ്ലി ദ മോസ്റ്റ് അൺപോപ്പുലർ ഓഫ് ഓൾ അവർ റിലേറ്റീവ്സ്. വീട്ടില് ശബ്ദത്തിന് കുറച്ച് വെച്ചോളൂ കേട്ടോ. കല്യാണം കഴിപ്പിച്ച് വിട്ട വീടൊക്കെ ആണെങ്കിൽ ഒന്ന് ശബ്ദം കുറച്ച് വായിച്ചോളൂ. ഡാഷ് ആർ പ്രോബബ്ലി ദ മോസ്റ്റ് അൺപോപ്പുലർ ഓഫ് ഓൾ അവർ റിലേറ്റീവ്സ്. അത് പറഞ്ഞപ്പോ കുറെ ആൾക്കാർക്ക് സന്തോഷം വരുന്നുണ്ടല്ലോ. കുറെ ആൾക്കാരൊക്കെ അല്ലേ, അമൽജിത്തെ ആരൊക്കെ ചിരിക്കുന്നുണ്ട്? നീതു അമൃതയൊക്കെ ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ മദർ ഇൻ ലോസ്, മദേഴ്സ് ഇൻ ലോ, ഇതിൽ ഏതാ ശരി? റിതു, ചില മരുമക്കൾ കൊണ്ട് അല്ലേ, ചില മരുമക്കൾ കാരണം അൺപോപ്പുലർ ആവും. ഞാൻ അമ്മായിയമ്മമാരുടെ കൂടെ കേട്ടോ, എനിക്ക് അടിപൊളിക്കാനാവില്ല, അതുകൊണ്ടാണ്. ഏതാ അവിടെ ശരി ഉത്തരം? വളരെ സിമ്പിൾ ആണ്. ഏതാ? മദേഴ്സ് ഇൻ ലോ. നമുക്കറിയാം മദറിന്റെ കൂടെ എസ് ഇട്ടാ മതി. അപ്പൊ ഇതുപോലെയുള്ള കോമ്പൗണ്ട് വേർഡുകളെല്ലാം പ്ലൂറൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ വാക്കിന്റെ കൂടെ പ്ലൂറൽ ആക്കിയാൽ മതി. സിമ്പിൾ ആണ്. 15ാമത്തെ ചോദ്യം, പ്ലൂറൽ ഓഫ് നൈഫ്. ഇത് നിങ്ങൾക്കൊരു ബോണസ് പോയിന്റ് അല്ലേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയി നേരത്തെ. പ്ലൂറൽ ഓഫ് നൈഫ് നമുക്കറിയാം എഫ് സൗണ്ടിൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ VESലായിരിക്കും. നൈഫ്സ്. തീഫ് പോലെ, വൈഫ് പോലെ, ലീഫ് പോലെ, നൈഫും ഇതുപോലെ തന്നെയാണ്. 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പ്ലൂറൽ ഫോം ഓഫ് മാൻ സർവന്റ്. ശ്രദ്ധിക്കണം കേട്ടോ, പ്ലൂറൽ ഫോം ഓഫ് മാൻ സർവന്റ്. ഈ സർവന്റ് മാൻ സർവന്റ് ഉണ്ടാവും, വുമൺ സർവന്റും ഉണ്ടാവും. മാൻ സർവന്റ് എന്ന് പറഞ്ഞാൽ വേലക്കാരൻ, വുമൺ സർവന്റ് വേലക്കാരിയാണ് അല്ലെ. അത് വുമൺ സർവന്റ് ആണോ? അല്ല. വേലക്കാരിക്ക് ഉപയോഗിക്കേണ്ട വാക്ക് ചിലപ്പോൾ ചോദ്യമായിട്ട് വരാം. യെസ്. അപ്പൊ ഇവിടെ ഏതാ മാൻ സർവന്റിന്റെ പ്ലൂറൽ? യെസ്, മെൻ സർവൻസ് ആണ്. നോക്കി, ഇവിടെയും മാറ്റിയിട്ടുണ്ട്. മാനിന്റെ പ്ലൂറൽ മെൻ ആണ്, സോറി, മാനിന്റെ പ്ലൂറൽ മെൻ. പിന്നെ സർവന്റിന്റെ പ്ലൂറൽ സർവൻസ് ആണ്. രണ്ട് ഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലൂറൽ ആക്കിയിട്ടുണ്ട്. ഇതുപോലെ പ്ലൂറൽ ആക്കുന്ന വേറൊരു വാക്ക് കൂടി ഉണ്ട്, ചിലപ്പോൾ ചോദ്യമായിട്ട് വരും. അപ്പോൾ മെൻ സർവൻസ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകതയാണ്, രണ്ട് ഭാഗത്തും പ്ലൂറൽ ആക്കണം. ഓക്കെ. ഇനി മെയ്ഡ് സർവന്റ് ആണെങ്കിൽ, വേലക്കാരിയാണെങ്കിൽ ഒരു സ്ഥലത്ത് മതി, അവസാന ഭാഗത്ത് മതി. യെസ്. ഇനി 17ാമത്തെ ചോദ്യം, ഗിവ് ദ പ്ലൂറൽ ഫോം ഓഫ് ഷീപ്പ്. ഷീപ്പിന്റെ പ്ലൂറൽ ഫോം എന്താണ്? ഷീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആടാണ്. അതിന്റെ പ്ലൂറൽ അറിയാത്ത ഒരു കുട്ടി പോലും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഷീപ്പ്. വെരി ഗുഡ്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഷീപ്പിന്റെ പ്ലൂറൽ ഷീപ്പ് തന്നെയാണ്. 18ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ സെന്റൻസ് വായിക്കുക. നൈറ്റ് ട്രാഫിക് എംബാഗോ is enforced in Kerala and Karnataka roads because of a lot of dash are found loitering in the road during night. രാത്രി കാലങ്ങളിൽ മാനുകൾ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ലോയിറ്റർ ചെയ്യുക, അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കൊണ്ട് അവരെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നിലവിൽ വന്നിട്ടുള്ളത്? ട്രാഫിക് എംബാർഗോ. ഈ ട്രാഫിക് എംബാർഗോ എന്ന് കേട്ടാൽ ചിലപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലാവില്ല, വയനാട്ടുകാർക്ക് മനസ്സിലാവും. വയനാടിൽ നിന്നും കർണാടകത്തിലേക്കുള്ള ബാംഗ്ലൂർ റോഡ് നിങ്ങൾക്കറിയാം, വൈകുന്നേരം ആയി കഴിഞ്ഞ് അടച്ചിടും. എന്തിനാ? രാത്രി മാനുകൾക്കും ആനകൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഹരിക്കാൻ വേണ്ടിയിട്ട്, അതിന് മനുഷ്യൻ തടസ്സമാവാതിരിക്കാൻ വേണ്ടിയിട്ട് 10-15 കൊല്ലമായി അടച്ചിട്ടിട്ട്. അപ്പൊ അതാണ് ഈ നൈറ്റ് ട്രാഫിക് എംബാർഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാല യാത്രാ നിരോധനമാണത്. ഓക്കെ. അപ്പൊ ഇവിടെ ഏതാണ് ശരി? ഇവിടെ ഓപ്ഷൻ ഡി ആണ്. കാരണം ഡിയർ എന്ന് പറഞ്ഞ വാക്കിന്റെ പ്ലൂറൽ ഡിയർ തന്നെയാണ്. എന്തുപോലെ? ഷീപ്പ് പോലെ, ഷീപ്പ് പോലെ, ഫിഷ് പോലെ. ഈ ഫിഷിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഫിഷിന്റെ പ്ലൂറൽ ഫിഷ് ആണ്. 90% അത് അങ്ങനെ തന്നെ വരിക. എന്നാലും ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട്, ശ്രദ്ധിക്കണം, പലരും ശ്രദ്ധിക്കാത്തതാണ്. ഇപ്പോ ഫിഷ് നമുക്കറിയാം, ഇതൊരു ഒരു 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 എന്താക്കാം നമുക്ക്, ഈ മീനിനെ പിടിച്ചിരുന്ന സാധനത്തിന്റെ പേരെന്താ? അക്വേറിയം. ഒരു അക്വേറിയത്തിൽ കുറെ മത്സ്യങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഒരു മത്സ്യം,
വേറൊരു മത്സ്യം, കഞ്ഞി കുടിക്കാത്ത മത്സ്യമാണ്. ഓക്കെ, പിന്നൊരു മത്സ്യം, ഓക്കെ, പിന്നൊരു മത്സ്യം. കുറേ മത്സ്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? കുറേ ഫിഷ് ഉണ്ട്. അപ്പൊ നിങ്ങളതിനെ ഫിഷ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഫിഷ്, പ്ലൂറലും ഫിഷ് തന്നെയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ വേറെ ഡിപ്പാർട്ട്മെന്റിൽ പെട്ട വേറെ വകുപ്പിൽ ചില മത്സ്യങ്ങളുണ്ടെന്ന് വിചാരിക്കും. ഒരു കുളത്തിൽ തന്നെ പല ഫാമിലിയിൽപ്പെട്ട പല തരത്തിലുള്ള മത്സ്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് വേണം ഫിഷസ് എന്ന് ഉപയോഗിക്കാം. കാരണം ഫിഷിന് പ്ലൂറൽ ഇല്ല എന്ന് നമുക്ക് വാദിക്കാനൊന്നും പറ്റില്ല. പല ടൈപ്പ് മത്സ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഫിഷസ് എന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം സാധാരണ പരീക്ഷയ്ക്ക് വരില്ല. നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. ഫിഷിന്റെ പ്ലൂറൽ ഫിഷ് ആണെന്ന് എന്ത് ചെയ്താൽ മതി? ഓർത്തിരുന്നാൽ മതി കേട്ടാ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ. കളക്ട് ദ ഡാഷ് ഫ്രം ഓൾ പോസിബിൾ സോഴ്സസ്. സാധ്യമായ എല്ലാ സോഴ്സുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ. വിവരങ്ങൾ, ഹസീന, വിവരങ്ങൾ ശേഖരിക്കാൻ. ഈ വിവരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലേ, ചേട്ടാ ആ വിവരങ്ങൾ ഇങ്ങനെ തരൂ, ആ വിവരങ്ങൾ ഇങ്ങനെ തരൂ. എങ്ങനെ നമ്മൾ പറയാ? ആ ഡാറ്റ സിങ്ക് എന്ന് പറയൂ അല്ലേ. ഈ ഡാറ്റാസ് എന്ന് പറയുന്ന ഒരു പ്രയോഗമില്ല. വിവരങ്ങൾ എന്നതിന് ഡാറ്റ എന്നാ പറയാ. ഡാറ്റ പ്ലൂറലാ, ഇത് പ്ലൂറലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഒരു വിവരം മതിയെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ആ ഡാറ്റം ഇങ്ങ് തരൂ എന്ന് പറയണം. ഒരു വിവരം മാത്രം മതിയെങ്കിൽ ആ വിവരം ഇങ്ങ് തരൂ എന്ന് പറയണമെങ്കിൽ ഒരെണ്ണമാണെങ്കിൽ ഡാറ്റം എന്ന് പറയണം. എന്നാൽ കുറെ വിവരം ഉണ്ടെങ്കിൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മള് ഡാറ്റാസ് ഇങ്ങ് തരൂ എന്ന് പറയണ്ട, ഡാറ്റ ഇങ്ങ് തരൂ എന്ന് പറഞ്ഞാൽ മതി കേട്ടാ. നമ്മുടെ ക്ലാസ്സിലൊക്കെ എനിക്ക് തടസ്സപ്പെടുന്നുണ്ടല്ലേ പട്ടി കുരയ്ക്കുന്നത്? അത് ചില ദിവസങ്ങളിൽ ഈ പാതിരാത്രിക്ക് ഇങ്ങനെയാണ്. ഇവിടെ കടുവയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലാ. അപ്പൊ അങ്ങനെ എന്തോ ഇറങ്ങിയതാണ്, അതാണ് ഈ ഒച്ചേട്ടാ. ഓക്കെ, അപ്പൊ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വരും പുലിയൊക്കെ. അപ്പോ 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. 20ാമത്തെ ചോദ്യം. ദാറ്റ് ഈസ് an ox. Those are dash. ഏതാ അവിടെ ശരി ഉത്തരം? ജിൻറ്റു ഒരെണ്ണം ഉണ്ട് അല്ലേ, അത് ഞാൻ, ആ പുലി ഞാൻ, വേറെ പുലി വരും കേട്ടാ. 20ാമത്തെ ചോദ്യം. ദാറ്റ് ഈസ് an ox. ഓക്സിന്റെ പ്ലൂരൽ എന്താ? Those are. അവ എല്ലാം കാളകളാണ്. ഓക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാളയ്ക്ക് ഓക്സ് എന്ന് പറയില്ലേ. ഓക്സിന്റെ പ്ലൂരൽ വളരെ സിമ്പിൾ ആണ്. യാസീൻ മുഹമ്മദ്, ഓക്സൻ, ഓക്സൻ. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. 21ാമത്തെ ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ്. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു കോമ്പൗണ്ട് വേർഡ് ഉണ്ടെന്ന്. അപ്പൊ ഇത്ര നേരം നമ്മൾ ചോദിച്ചതൊക്കെ പ്ലൂരൽ ആയിരുന്നെങ്കിൽ ഇനി നമുക്ക് ടോപ്പിക് അങ്ങോട്ട് മാറി. ദിലീപ് തേക്കും കാട്ടില്ലേ, ആ തേക്കും കാട്ടിൽ നിങ്ങോട്ട് വാട്ടോ. 21ാമത്തെ ചോദ്യം. ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഒരു കോമ്പൗണ്ട് വേർഡ് ഉണ്ട് പോലെ. എന്താ ഈ കോമ്പൗണ്ട് വേർഡ്? അതെന്താന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. ഇവിടെ ഈ തന്നിരിക്കുന്നതിൽ കോമ്പൗണ്ട് വേർഡ് ഓപ്ഷൻ എ ആണ്, റെയിൻബോ ആണ്. കോമ്പൗണ്ട് വേർഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിയിൽ ഒരു രസം ഉണ്ടാവില്ല, ലാസ്റ്റ് പറയാം കേട്ടോ. 22ാമത്തെ ചോദ്യം. an example of compound word. താഴെ തന്നിരിക്കുന്നതിൽ ഒരു കോമ്പൗണ്ട് വേർഡ് ഉണ്ട്. ഏതാണത്? സീരിയസ്നെസ്, ടേബിൾ ക്ലോത്ത്, ഹൊറിസോണ്ടൽ, പാരലൽ. ഏതായിരിക്കും ഇവിടെ ശരി ഉത്തരം? വളരെ ലളിതമാണ്, ഓപ്ഷൻ ബി ആണ്, ടേബിൾ ക്ലോത്ത്. ഇപ്പൊ ഞാൻ പറയാതെ തന്നെ എന്താണ് കോമ്പൗണ്ട് വേർഡ് ഏറെക്കുറെ നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാകും. 23ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ് ഇൻ ദ സെന്റൻസ്. സ്ട്രോബെറീസ് ആർ മൈ ഫേവറേറ്റ് ഫ്രൂട്ട്. എന്റെ പ്രിയപ്പെട്ട ഫ്രൂട്ടാണ് ഏത്? സ്ട്രോബെറി. സ്ട്രോബെറീസ് ആർ മൈ ഫേവറേറ്റ് ഫ്രൂട്ട്. ഈ സെന്റൻസിൽ സ്ട്രോബെറീസ് ആർ മൈ ഫേവറേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ സെന്റൻസിൽ എവിടെയോ ഒരു കോമ്പൗണ്ട് വേർഡ് ഇരിക്കുന്നുണ്ട്. കണ്ടെത്തൂ. വളരെ സിമ്പിൾ ആണ് അല്ലേ? ഫ്രൂട്ട് അല്ല, ഫേവറേറ്റ് അല്ല, മൈ അല്ല, ആറല്ല, സ്ട്രോബെറി ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് 24ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 24ാമത്തെ ചോദ്യം. റീറൈറ്റ് ദ ഫോളോയിങ് യൂസിങ് എ കോമ്പൗണ്ട് വേർഡ്. താഴെ തന്നിരിക്കുന്ന വാക്കൊരു കോമ്പൗണ്ട് വേർഡ് ഉപയോഗിച്ചുകൊണ്ട്
റീറൈറ്റ് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി അങ്ങനെയാണല്ലോ തന്നിരിക്കുന്നത്. എ ഗേൾ വിത്ത് എ ക്വിക്ക് വിറ്റ്. ഇതിനെ ഒരു കോമ്പൗണ്ട് ഒരു അഡ്ജക്റ്റീവ് ആക്കി മാറ്റാനായിരിക്കും ഉദ്ദേശിച്ചത്. എന്തായാലും നിങ്ങൾക്ക് സംഗതി ചോദ്യം മനസ്സിലായിട്ടുണ്ട് ഓപ്ഷൻ കണ്ടപ്പോൾ. ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഏതോ ഒരെണ്ണമാണ് ഈ ഒരു സെന്റൻസിന് നമുക്ക് എ ഗേൾ വിത്ത് ഡാഷ്, ഈ നാമത്തെ ഗേളിനെ വിശേഷിപ്പിക്കാവുന്ന ഒരു അഡ്ജക്റ്റീവ് രൂപം കോമ്പൗണ്ട് വേർഡിന്റെ രൂപത്തിൽ ഈ കൂട്ടത്തിൽ തന്നിട്ടുണ്ട്. ഒന്ന് ആ 4 വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ഏതാ ശരിയെന്ന് നോക്കിയാൽ മതി. വേറെ തലപുകഞ്ഞ് ആലോചിക്കൊന്നും വേണ്ട. ഗേൾ കിക്ക് വിറ്റഡ്, അയ്യയ്യേ. ഗേള് വിത്ത് കിക്ക് വിറ്റ്, എന്താ അത്? അങ്ങനെയൊക്കെ പറയാവോ? കിക്ക് വിറ്റഡ് ഗേൾ, അത് കൊള്ളാം. കിക്ക് വിറ്റ് ഗേൾ ഒരിക്കലുമല്ല. ഓപ്ഷൻ സി ആണ് ശരി, ക്വിക്ക് വിറ്റഡ് ഗേൾ. ഗേൾ എന്ന് പറയുന്നത് നൗണാണ്. ആ നാമത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്വിക്ക് വിറ്റഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വേർഡ് കൊണ്ടാണ്. ക്വിക്ക് വിറ്റഡ്, ക്വിക്ക് വിറ്റഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വേർഡാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഓക്കെ, ഒരു സ്പേസ് ഉണ്ട്. ചിലപ്പോൾ കോമ്പൗണ്ട് വേർഡുകളുടെ ഇടയിൽ സ്പേസ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു വരയുണ്ടാകും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കോമ്പൗണ്ട് വേർഡുകളെ 3 പേരുകളിൽ വിളിക്കാറുണ്ട്. അപ്പൊ എന്താ കോമ്പൗണ്ട് വേർഡ് എന്ന് ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ. ഇത്രയും നേരം നമ്മൾ ചോദ്യം ചോദിച്ചു, ഇനി ചോദ്യങ്ങൾ വരുന്നുണ്ട്. വാട്ട് ഈസ് എ കോമ്പൗണ്ട് വേർഡ്? അപ്പൊ ഞാൻ ആദ്യം വേർഡ്സിനെ 3 തിരിക്കാം. 3 ടൈപ്പ് ഉണ്ട്. വാക്കുകളെ എത്രയായി തിരിക്കാം? വേർഡുകളെ 3 തിരിക്കാം. ഒന്ന് സിമ്പിൾ, ഓക്കെ, സിമ്പിൾ വേർഡ്സ്. 2 കോമ്പൗണ്ട് വേർഡ്സ്. എന്താണ്? കോമ്പൗണ്ട് വേർഡ്സ്. 3 എന്താ? കോംപ്ലക്സ് വേർഡ്സ്. നിങ്ങളിത് സെന്റൻസുകളുടെ കൂട്ടത്തിൽ പഠിച്ചിട്ടുണ്ടോ? ടൈപ്സ് ഓഫ് സെന്റൻസ്. ടൈപ്സ് ഓഫ് സെന്റൻസിൽ ഇങ്ങനെയുണ്ട്: സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ് ആൻഡ് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞതുപോലെ ഈ വേർഡുകളെയും 3 തിരിക്കാം. ആദ്യം നമുക്ക് സിമ്പിൾ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണ്: വിൻഡോ, ജനൽ, ഗ്ലാസ്, അല്ലെ? പിന്നെന്താ നമുക്ക് പറയാ? ബോട്ടിൽ. എന്തും ഒരു സിമ്പിളായ ഒരു വാക്കിനെ, പൂർണ്ണാർത്ഥമുള്ള സിമ്പിളായ ലളിതമായ ഒരു വാക്കിനെ, ഒറ്റയ്ക്കിരിക്കുന്ന തനിച്ചിരിക്കുന്ന ഒരു വാക്കിനെ നമ്മൾ എന്ത് വിളിക്കുക? സിമ്പിൾ വേർഡ്സ് എന്ന് വിളിക്കുക. എന്നാൽ കോമ്പൗണ്ട് വേർഡ്സുകൾക്ക് ചെറിയ മാറ്റമുണ്ട്. 2 വാക്കുകൾ കൂടി ചേർന്നുണ്ടാവുന്നതാണ്. 2 സിമ്പിൾ വേർഡ് കൂടി ചേരുമ്പോൾ എന്തുണ്ടാകും? കോമ്പൗണ്ട് വേർഡ്. 2 സിമ്പിൾ വേണം കേട്ടോ. ഉദാഹരണത്തിന് റെയിൻബോ, ഇതൊന്നാണ്. റെയിനും ബോയും. റെയിൻ എന്ന് പറഞ്ഞാൽ മഴയാണ്, ബോ എന്ന് പറഞ്ഞാൽ വില്ലില്ല, നമ്മൾ അമ്പി എന്ന വില്ല്. 2 കൂടെ കൂടി ചേർന്നപ്പോൾ എന്തായി? ടേബിൾ ക്ലോത്ത്. ടേബിൾ വേറെയാണ്, ക്ലോത്ത് വേറെ, 2 കൂടെ കൂടിയാൽ ഒരു വാക്കായി. ഇതുപോലെയുള്ള വാക്കുകൾ ക്ലാസ് വേറെയാണ്, റൂം വേറെയാണ്, ക്ലാസ് റൂം. 2 കൂടെ കൂടി ചേരുമ്പോൾ ഒരർത്ഥമുള്ള വാക്കായി മാറി. ഇതാണ് കോമ്പൗണ്ട് വേർഡ്സ്. ഇനി കോംപ്ലക്സ് വേർഡ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം വാക്കുകളുണ്ട്. കോംപ്ലക്സ് വേർഡ്സുകൾക്ക് ഉദാഹരണമായിട്ട് ഞാൻ എന്താ നിങ്ങൾക്ക് തരാം? ഉദാഹരണമായിട്ട് പറയാം, സിക്നെസ്. ഈ സിക്നെസ്സിനെ ബാക്കി നിങ്ങളിവിടെ നോക്കൂ. നമ്മുടെ ഈ കോമ്പൗണ്ട് വേർഡുകളെ മുറിച്ചാൽ 2 വാക്ക് കിട്ടും. ടേബിൾ ക്ലോത്തിനെ മുറിച്ചാൽ, ടേബിൾ ക്ലോത്ത് മുറിച്ചാൽ എന്ത് കിട്ടും പ്രിയ? ടേബിൾ ക്ലോത്ത് മുറിച്ചാൽ വീട്ടിലാണെങ്കിൽ അടി കിട്ടും, അല്ലെ? അമ്മ കണ്ടാൽ അടി കിട്ടും. ഇവിടെ നമ്മൾ ടേബിൾ ക്ലോത്തിനെ മുറിച്ചാൽ ടേബിൾ വേറെ കിട്ടും, ക്ലോത്ത് വേറെ കിട്ടും. റെയിൻബോനെ മുറിച്ചാൽ റെയിൻ വേറെ, ബോ വേറെ കിട്ടും. സിക്നെസ്സിനെ മുറിച്ചാലോ നെസ്സും സിക്കും കിട്ടും. പക്ഷെ നെസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടോ? ഇല്ല, നെസ് ഒരു വാക്കില്ല. അതുപോലെ മറ്റൊരു ഉദാഹരണം പറയാം, കെയർഫുള്ളി. കെയർഫുള്ളിനെ മുറിച്ചാൽ കെയർ കിട്ടും, ഫുളി കിട്ടും. ഫുളിക്ക് എന്താ അർത്ഥമുണ്ടോ? ഇല്ല, അത് പൂർണ്ണ അർത്ഥമുള്ള ഒരു സിമ്പിൾ വേർഡ് അല്ല. വേറെ ഒരു എന്താ പറയാ, അൺഫോർഗെറ്റ്ഫുൾനെസ്. ഇതിനെ വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തൊരു അണ്ണ് കിടക്കുന്നുണ്ട്, ഇപ്പുറത്തൊരു നെസ് കിടക്കുന്നുണ്ട്, നടുക്കിലൊരു ഫോർഗെറ്റ്ഫുൾ ഉണ്ട്. അത് നല്ല വാക്കാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു സിമ്പിൾ വേർഡും ഒരു പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സ്, അപ്പുറത്ത് പ്രിഫിക്സോ സഫിക്സോ ആണെങ്കിൽ അത് കോംപ്ലക്സ് വേർഡാണ്. അത് കോംപ്ലക്സ് വേർഡ് ആയിരിക്കും. ബ്യൂട്ടിഫുൾ ഒരിക്കലും കോമ്പൗണ്ട് ആവില്ല. ബ്യൂട്ടിഫുള്ളിനെ മുറിച്ചിട്ട് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ എവിടെ മുറിക്കും? ഇതിനെ ബ്യൂട്ടിയിൽ മുറിക്കാൻ പറ്റുമോ? എവിടെയും മുറിക്കാൻ പറ്റില്ല. അതൊരു സിമ്പിൾ വേർഡാണ്.
അതിനകത്ത് എവിടെയും മുറിച്ചാൽ സിമ്പിളായ വാക്ക് കിട്ടില്ല. ബ്യൂട്ടിഫുൾ ഒരിക്കലും ഒരു കോമ്പൗണ്ട് വേർഡ് അല്ല. ബ്യൂട്ടീനെ മുറിച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിക്ക് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ? ഇല്ലല്ലോ. വൈ ആണെങ്കിൽ ഓക്കെ, ഐ ആണെങ്കിൽ അർത്ഥമില്ല. അതൊരു സിമ്പിൾ വേർഡാണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ തന്നിരിക്കുന്ന, നിങ്ങൾ സമയം പോകുന്നുണ്ടോ? ഡിസ്ക്രിപ്ഷൻ വേണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ ഗ്യാപ്പ് വിട്ടാൽ നമ്മൾ അതിനെന്താണ് ഓപ്പൺ കോമ്പൗണ്ട് എന്ന് വിളിക്കും. അപ്പൊ ഓപ്പൺ കോമ്പൗണ്ട് ഉണ്ട്, ക്ലോസ്ഡ് കോമ്പൗണ്ട് ഉണ്ട്. ഇപ്പൊ ക്ലാസ് റൂം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടെ ഗ്യാപ്പ് വിടൂല. ക്ലോസ്ഡ് കോമ്പൗണ്ട് ഉണ്ട്. ഇനി അതിന്റെ ഇടയിൽ ഹൈഫൺ ഇട്ടാൽ ഇപ്പൊ അമ്മായിയമ്മ, മദർ ഇൻ ലോ അല്ലെ, അതിനെ മുറിച്ച് കഴിഞ്ഞാൽ 3 വാക്ക് കിട്ടും. അമ്മായിയമ്മേനെ മുറിച്ചാൽ 3 വാക്ക് കിട്ടും അല്ലെ. ശബ്ദം കുറച്ച് വെച്ചോളൂ കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണിയാവും. നിങ്ങളുടെ പഠിത്തം ചിലപ്പോൾ ഒന്ന് നിൽക്കും. മദർ ഇൻ ലോ അല്ലെ. ഫാദർ ഇൻ ലോ, അമ്മായിയപ്പനെ മുറിച്ചാലും കിട്ടും, ഫാദർ കിട്ടും, ഇന്ന് കിട്ടും, ലോ കിട്ടും. പക്ഷെ ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? ഹൈഫൺ ഉണ്ട്. ഹൈഫൺ ഉള്ളത് കൊണ്ട് ഹൈഫനേറ്റഡ് ആണ്. ഹൈഫനേറ്റഡ്. അസ്ലം. ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത്. ഈ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 25ാമത്തെ ചോദ്യം, സെലക്ട് ദ കോമ്പൗണ്ട് ഫ്രം ദ ഫോളോയിങ്. ഏതാ? ഗുഡ് സെന്റഡ്, റൈറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്, ഹിപ്പോത്തിക്കേഷൻ ഡീഡ്, ബട്ടർ ഗെയിം. ഏതാ അവിടെ ശരി ഉത്തരം? ഏതാ ശരി ഉത്തരം? സിമ്പിളാ. ഓക്കെ, ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഹിപ്പോത്തിക്കേഷൻ ഡീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലുള്ള ഈ വക്കീലന്മാർ, അഡ്വക്കേറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ പറഞ്ഞുതരും. ഇത് നമ്മുടെ ഒരു തരം ആധാരമാണ്, ഒരു ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ഈ അറ്റാധാരം, അടിയാധാരം, അങ്ങനെ എന്തോ ആണ് അതിന്റെ മലയാളം. ഓക്കെ. എന്നാൽ ഗുഡ് സെന്റഡ് എന്ന് പറയുന്ന പ്രയോഗം ഇല്ല, അത് ശരിയല്ല. ഗുഡ് സെന്റഡ്, ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ലേ, നല്ലത്. സെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നറുമണം, നല്ല മണം. ഈ നല്ല മണത്തിന്റെ മുമ്പിൽ പിന്നെ ഒരു നല്ലത് വെക്കുമോ? അല്ലെ, ഗുഡ് സെന്റഡ് എന്ന് പറഞ്ഞ പ്രയോഗം ശരിയല്ല, തെറ്റാണ്. റൈറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാറില്ല, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്നാണെങ്കിൽ ഓക്കെ. ബട്ടർ ഗീവ്, അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പൊ ഇതാണ് അവിടെ ശരി എന്ന് പറയുന്നത്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. 26ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഹോളിഡേ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഹോളിഡേ എന്തിന് ഉദാഹരണമാണ്? പറഞ്ഞോളൂ. ഹോളിഡേ എന്തിന് ഉദാഹരണമാണ്? പറഞ്ഞോളൂ. സ്റ്റെക്ക് വരുന്നുണ്ടോ? റിയലി സോറി, നമുക്കിവിടെ സാങ്കേതിക കുഴപ്പമൊന്നുമില്ലല്ലോ. ഹോളിഡേ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഹോളിനെ നമുക്ക് മുറിച്ചു നോക്കാം, എന്തെങ്കിലും കിട്ടും നോക്കാം. ഹോളിഡേനെ നിങ്ങളൊന്ന് മുറിച്ചു നോക്കൂ. മുറിച്ചു. ഡേ നല്ല ഒരു സിമ്പിൾ വേർഡാണ്. ഹോളി സിമ്പിൾ വേർഡാണോ? ഹോളി സിമ്പിൾ വേർഡാണ്. ഹോളി എന്ന് പറഞ്ഞാൽ ഏത് ഹോളി? ഈ ഹോളി അല്ല കേട്ടോ, ഈ ഹോളി അല്ല. ഇവിടെ ഈ ഹോളി എന്ന് പറഞ്ഞാൽ ആഘോഷം ഉണ്ടല്ലോ, ഉത്സവം. ഉത്സവത്തിന് നമ്മൾ ഹോളി എന്ന് പറയും. അപ്പൊ ഇതും സിമ്പിൾ വേർഡാണ്, ഇതും സിമ്പിൾ വേർഡാണ്. അതുകൊണ്ട് ഇത് ഒരു കോമ്പൗണ്ട് വേർഡാണ്. 27ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് ഫ്രം ദ വേർഡ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഒരു കോമ്പൗണ്ട് വേർഡ് കണ്ടുപിടിക്കാൻ. ടീച്ചർ ഉണ്ട്, ക്ലാസ് റൂം ഉണ്ട്, ആഡ് വെർബ് ഉണ്ട്, ആൻഡ് പുട്ട് ഓൺ ഉണ്ട്. ഏതാ ശരി ഉത്തരം? വളരെ സിമ്പിൾ ആണ്. ഈ പുട്ടോൺ എന്ന് പറയുന്നത് സംശയം തോന്നാം. പുട്ടോൺ ഒരു ഫ്രേസൽ വെർബാട്ടോ, അതൊരു ഫ്രേസൽ വെർബാണ്. അപ്പോൾ ക്ലാസ് റൂം വളരെ വ്യക്തമായി ഇവിടെ ഒരു ശരി ഉത്തരം ഇരിക്കുമ്പോൾ നിങ്ങൾ യാതൊരു കൺഫ്യൂഷന്റെയും ആവശ്യം വരുന്നില്ല. ഓക്കെ, അടുത്തതിലേക്ക് വരാം. 28. ആർട്സ് കോളേജ് ഈസ് എ ഓർ ആൻ ഡാഷ് വേർഡ്. ആർട്സ് കോളേജ് എന്ന് പറയുന്നത് എന്ത് വാക്കാ? വളരെ സിമ്പിൾ ആണ്, ഒരു കോമ്പൗണ്ട് വേർഡാണ്. ആർട്സ് കോളേജിനെ മുറിച്ചാൽ ആർട്സും കിട്ടും, കോളേജും കിട്ടും. ആർട്സ്, കോളേജ് രണ്ടും ഓരോ സിമ്പിൾ വേർഡുകളാണ്. അടുത്തതിലേക്ക് വരാം. 29ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് വേർഡ് ഐ എൻജോയ് വാച്ചിങ് ദ സൺറൈസ്. ഏതാ ശരി ഉത്തരം? പെട്ടെന്ന് പറഞ്ഞോളൂ, നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്പീഡ് കൂട്ടാൻ പോവാണ്. ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് വേർഡ് ഐ എൻജോയ് വാച്ചിങ് ദ സൺറൈസ്. ഈ സെന്റൻസിൽ ഏതോ ഒരു കോമ്പൗണ്ട് വേർഡ് ഉണ്ട്. ഏതാ? 2 വാക്ക് കൂടി ചേർന്ന ഒരു വാക്ക് ഇതാ കിടക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, സൺറൈസ്. അതിനെ മുറിച്ചാൽ സണ്ണ് കിട്ടും, റൈസ് കിട്ടും. 30ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ വേർഡ്സ് ഗിവൺ ബിലോ ക്യാൻ ബി പ്ലേസ്ഡ് ബിഫോർ ബോട്ട് ടു ഫോം എ കോമ്പൗണ്ട് വേർഡ്. എന്താ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. വിച്ച് ഓഫ് ദ വേർഡ്സ് ഗിവൺ ബിലോ ക്യാൻ ബി പ്ലേസ്ഡ് ബിഫോർ ബോട്ട്. ബോട്ടിന്റെ മുമ്പിൽ വെച്ചാൽ പ്ലേസ്ഡ് ബിഫോർ ഒരു കോമ്പൗണ്ട് വേർഡ് കിട്ടും.
ബോട്ടിന്റെ മുമ്പിൽ വെക്കാൻ പറ്റിയ വാക്ക് കൂട്ടത്തിൽ ഏതാണ്? തീർച്ചയായിട്ടും ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, റോബോട്ട്. ഏത് ബോട്ട്? നമ്മൾ മറ്റേ റോബോട്ട് അല്ല കേട്ടോ, യന്ത്ര മനുഷ്യനല്ല. റോ എന്ന് പറഞ്ഞ തുഴയ, റോബോട്ട് എന്ന് പറഞ്ഞ തുഴയുന്ന ബോട്ട്, നമ്മൾ തുഴയുന്ന ബോട്ട്. ഓക്കെ, പങ്കായം കൊണ്ട് തുഴയുന്നത് റോ എന്ന് പറഞ്ഞ പങ്കായത്തിനും റോ എന്ന് പറയും. ഇനി അടുത്തത് 31ാമത്തെ ചോദ്യം. ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഡാഷ് ലീഗൽ ടു കീപ് എ ഗൺ ഇൻ യുവർ ഹൗസ്. പല വീടുകളിലും തോക്ക് കൈവശം വെക്കുന്നത്, പല രാജ്യങ്ങളിലും ഇൻ മെനി കൺട്രീസ് പല രാജ്യങ്ങളിലും തോക്ക് കൈവശം വെക്കുന്നത് എന്താണ്? നിയമവിരുദ്ധമാണെന്ന് ഉദ്ദേശിച്ചത് അല്ലേ? ശരി, ഇത് എല്ലാ ദിവസവും 9 മണിക്കല്ല കേട്ടോ, എല്ലാ ദിവസവും 8:30 ക്ലാസ്, 8:35 ഇന്ന് 8:35 തുടങ്ങിയതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശരി ഉത്തരം IL, ഇൽ. അപ്പൊ ഇത് ഏത് ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യനാ? ഇത് പ്രിഫിക്സ് ആൻഡ് സഫിക്സിന്റെ ഭാഗത്തു നിന്നാണ്. ഇൽ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ആണ്. ഓക്കെ, ഈ 32ാമത്തെ ചോദ്യം. അപ്പൊ നിയമവിരുദ്ധം എന്നാണ്, ഇല്ലീഗലിന്റെ അർത്ഥം എന്താ? നിയമവിരുദ്ധം. ഇത് PSC യുടെ ഇഷ്ടവാക്കാണ്. PSC എപ്പോഴും ചോദിക്കും ഇല്ലീഗൽ ഇല്ലീഗൽ ഇല്ലീഗൽ, മറക്കരുത്. 32ാമത്തെ ചോദ്യം. Which prefix can be used to form the opposite of the word gratitude? Gratitude എന്ന് പറഞ്ഞാൽ നന്ദി അല്ലേ? നന്ദി എന്ന് പറയുന്ന വാക്കിന്റെ വിപരീതമായ നന്ദി കേട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ സാധ്യമായ ഒരു പ്രിഫിക്സ് ഈ കൂട്ടത്തിലുണ്ട്. ഏതോ ഒരു പ്രിഫിക്സ് വെച്ച് കഴിഞ്ഞാൽ നന്ദി കേട് എന്ന് പറയുന്ന വാക്കാകും. ഏതാണത്? നന്ദി കേട്. അൺഗ്രാറ്റിറ്റ്യൂഡ് അല്ല, മിസ്ഗ്രാറ്റിറ്റ്യൂഡ് അല്ല, ഡിസ്ഗ്രാറ്റിറ്റ്യൂഡ് അല്ല, ഇൻഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ നന്ദി കേടിന് എന്ത് പറയും? ഇൻഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ ഈ എന്താണ്? ഇന്നൊരു പ്രിഫിക്സ് ആണ്. ഒരു വാക്കിന്റെ മുമ്പിൽ ചേർക്കുന്ന ഏതാനും ലെറ്റേഴ്സിനെ നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുക. 33ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഓപ്പോസിറ്റ് ആഡിങ് സഫിക്സ് ടൈഡി. ടൈഡി ചേർത്തുകൊണ്ട്, സഫിക്സിന്റെ മുമ്പിൽ എന്തോ ചേർത്ത് നമുക്ക് ടൈഡിയുടെ ഓപ്പോസിറ്റ് ഉണ്ടാക്കാം. അങ്ങനെയല്ല, ടൈഡിയുടെ മുമ്പിൽ ഏതോ ഒരു സഫിക്സ് ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അല്ല, സഫിക്സ് അങ്ങനെയല്ല. ചോദ്യം എന്താണ്? ടൈഡി എന്ന് പറയുന്ന സഫിക്സ് ചേർത്തുകൊണ്ട് ഒരു വിപരീത വാക്കുണ്ടാക്കാൻ, ഏതോ ഒരു വാക്കിന്റെ വിപരീതം കിട്ടും. എപ്പോ? ടൈഡി എന്ന് പറയുന്ന സഫിക്സ് എന്ന് പറഞ്ഞാൽ അവസാനം ചേർക്കുന്ന സാധനം, മുമ്പിൽ ചേർക്കുന്നത് പ്രിഫിക്സ് ആണ്. സഫിക്സ് അവസാനം ചേർക്കുമ്പോൾ ഏതോ ഒരു വാക്കിന്റെ അവസാനം ടൈഡി ചേർത്താൽ ഏതോ ഒരു വിപരീതാർത്ഥമുള്ള വാക്ക് കിട്ടും. ഏതാത്? അൺടൈഡി. ഗുഡ്. 34ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ദ പ്രിഫിക്സ് ഹോമോ. ഹോമോ ഒരു പ്രിഫിക്സ് ആണ്. പല വാക്കുകളുടെയും മുമ്പിൽ ഹോമോ ചേർത്ത് എഴുതാൻ സാധിക്കും. ഈ ഹോമോയ്ക്ക് എന്താണ് അർത്ഥം? എല്ലാ പ്രിഫിക്സിനും ഒരു അർത്ഥമുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാം, അണ്ണെന്ന് പറഞ്ഞ പ്രിഫിക്സ്, മാരീഡിന്റെ മുമ്പിൽ അൺ വെച്ചു, മാരീഡ് കല്യാണം കഴിച്ച, അണ്ണ് വെച്ചാൽ കല്യാണം കഴിക്കാത്ത, അൺമാരീഡ് കല്യാണം കഴിക്കാത്ത. അപ്പോൾ ഓപ്പോസിറ്റ് എന്നാണ് അണ്ണെന്ന് പറയുന്ന പ്രൊഫിക്സിന്റെ അർത്ഥം. അണ്ണെന്ന് പറഞ്ഞ പ്രൊഫിക്സിന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ പോലെ എല്ലാ പ്രൊഫിക്സിനും അർത്ഥമുണ്ട്. അപ്പൊ ഈ ഹോമോയുടെ അർത്ഥം എന്താണ്? നമ്മൾ ഈ ഹോമോസെക്ഷൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സ്വർഗ ലൈംഗികതയ്ക്ക് നമ്മൾ ഹോമോസെക്ഷൽ. അപ്പൊ സ്വർഗ ലൈംഗികത എന്ന് പറഞ്ഞാൽ ഒരേ സെക്സിലുള്ള ആൾക്കാർ. അപ്പൊ ഒരേ സെയിം അല്ലെ, സെയിം സെക്സ്, ദ സെയിം എന്നാണ് ഇതിന്റെ അർത്ഥം. 35ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ആഡ് എ പ്രിഫിക്സ് ടു ഗെറ്റ് ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഏബിൾ. ഏബിൾ എന്ന് പറഞ്ഞ വാക്കിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഏതായിരിക്കും? പലരെയും ഉത്തരം മുട്ടിക്കുന്ന ഒരു വാക്കാണ്, ശ്രദ്ധിക്കുക. നിങ്ങൾക്കിത് ആൻസർ ശരിയാവുന്നുണ്ടോ നോക്ക്. ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ മുടുക്കന്മാര്. ഏബിളിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഏബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കഴിവുള്ള അല്ലെ, ഒരു കഴിവുള്ള എന്ന അർത്ഥത്തിൽ യു ആർ ഏബിൾ അല്ലെ എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ശരി ഉത്തരം അണേബിൾ ആണ്. പലരും ഡിസേബിൾ ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാണ്, ശ്രദ്ധിക്കണം. ഏബിളിന്റെ ഓപ്പോസിറ്റ് ഡിസേബിൾ അല്ല, മറിച്ച് അൺഎബിൾ ആണ്. എന്നാൽ ഡിസേബിൾ വരണമെങ്കിൽ എനേബിൾ വരണം. എനേബിളിന്റെ ഓപ്പോസിറ്റ് ഡിസേബിൾ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യം തന്നിരിക്കുന്ന ഏബിൾ ഒരു അഡ്ജക്റ്റീവ് ആണ്.
ഇതും അഡ്ജക്റ്റീവാണ്. എനേബിൾ ഒരു വെർബാണ്, ക്രിയയാണ്. ഇതും ഒരു വെർബാണ്. എക്സാമ്പിൾ ഒന്നും ഇപ്പോൾ പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഓക്കെ, ഇല്ലെങ്കിൽ എക്സാമ്പിളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാക്കായിരുന്നു. സമയമില്ല, നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. 36ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആഡ് വികലാംഗൻ അർത്ഥം ഉണ്ട് അഭിജിത്ത്, അത് വേറെ ഒരു മീനിങ് ആണ്. ഏബിൾ, ഡിസേബിൾഡ് കേട്ടോ, അത് ഈ പറഞ്ഞതുമായിട്ട് ബന്ധമില്ല അതിനെ. ഓക്കെ, ആഡ് എ പ്രിഫിക്സ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഗ്രേസ്. ഗ്രേസിന്റെ ഓപ്പോസിറ്റ് കിട്ടാൻ നിങ്ങളോട് ഏതോ ഒരു പ്രിഫിക്സ് ചേർക്കാനാണ് പറഞ്ഞത്. ഏത് പ്രിഫിക്സാ ചേർക്കേണ്ടത്? ഗ്രേസിന്റെ ഓപ്പോസിറ്റ് കിട്ടുക. ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യമുള്ള, ചാതുര്യമുള്ള. അപ്പൊ ഐശ്വര്യം ഇല്ലാത്തത് ഡിസ്ഗ്രേസ്. അപ്പൊ ഡിസ് എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർക്കുമ്പോൾ ഗ്രേസിന്റെ ഓപ്പോസിറ്റ് കിട്ടും, ഡിസ്ഗ്രേസ്. 37ാമത്തെ ചോദ്യത്തിലേക്ക് വരൂ. യൂസ് ദ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഫോർഗെറ്റ്. ഫോർഗെറ്റിന്റെ കൂടെ ഒരു പ്രിഫിക്സും പിന്നെ ഒരു സഫിക്സും കൂടെ ചേർക്കാൻ നടക്കുവോ? നടക്കുവോ പാർവതി? നടക്കുവോ ദിലീപേ? നടക്കുവോ സജിത്തെ? ഒന്ന് ചെയ്തു നോക്കും. അല്ലെ, പഴയൊരു തമാശ കേട്ടില്ലേ? നടക്കുവോ? ആടിനെ കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ അപ്പൊ നടക്കൂല, അവസരപ്പെട്ട നടക്കൂല എന്ന് പറയും. ഒരുപാട് വില കുറച്ച് പറയും. അപ്പൊ മൂപ്പര് പറയും, എത്ര വില കുറച്ചാലും പറയും നടക്കൂല, അവസരപ്പെട്ട നടക്കൂല. അവസാനമാണ് മനസ്സിലാവുന്നത് ആട് നടക്കൂല എന്നാ പറഞ്ഞത് കേട്ടോ. എന്ന് പറഞ്ഞ മാതിരി ഇവിടെ നടക്കും. എങ്ങനെ നടക്കും? ഫോർഗെറ്റിന്റെ മുമ്പിലും പുറകിലും ഒരു പ്രിഫിക്സും വെക്കും, ഒരു സഫിക്സും വെക്കും. എങ്ങനെയാ? ഒരു എന്ന് പറഞ്ഞാൽ ഒരു പ്രിഫിക്സ് കൊണ്ട് വെച്ചാൽ അൺഫോർഗെറ്റ്. ഏബിൾ എന്ന് പറയുന്ന ഒരു സഫിക്സ് വെച്ചാൽ അൺഫോർഗെറ്റബിൾ കിട്ടും. ഓപ്ഷൻ എ ശരിയാണ്, അൺഫോർഗെറ്റബിൾ. രണ്ടും ഉണ്ട് അല്ലെ? 38ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഏതാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിഫിക്സ് ക്യാൻ ബി ആഡഡ് ടു ദ വേർഡ് റെഗുലർ ടു ഫോം ഇറ്റ്സ് ഓപ്പോസിറ്റ്? വിപരീത പദം കിട്ടണം എന്തിന്റെ? റെഗുലറിന്റെ. എന്ത് ചേർക്കണം? ജോത്സന, എന്ത് ചേർക്കണം? ഒരു പ്രിഫിക്സ് ചേർക്കണം. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുമ്പ് ചേർക്കുന്നതോ പുറകിൽ ചേർക്കുന്നതോ? പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുമ്പ് ചേർക്കുന്നതാണ്. അപ്പൊ റെഗുലറിന്റെ മുമ്പിൽ നമ്മൾ എന്താ ചേർക്കല്? ഇറഗുലർ അല്ലെ? സിമ്പിൾ ആണ്. 39ാമത്തെ ചോദ്യം. അടുത്തത് അൾട്രാസോണിക് വേവ്സ്. അൾട്രാസോണിക് തരംഗങ്ങളെ കുറിച്ച് നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. ഡാഷ് ഏബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഒബ്ജക്ട്സ്. ഈ വസ്തുക്കളെ ലൊക്കേറ്റ് ചെയ്യാൻ ബാറ്റ്സ്, വവ്വാലുകളെ സഹായിക്കുന്നത് ആരാണ്? അൾട്രാസോണിക് വേവുകളാണ്. അപ്പൊ അങ്ങനെ സാധ്യമാക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ക്രിയ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതായിരിക്കും അത് ശരിയായിട്ടുള്ള പ്രയോഗം? കാണാൻ സാധിക്കുന്നത്, സഹായിക്കുന്നത്, അങ്ങനെ പ്രായോഗികമാക്കുന്നത് എനേബിൾ ആണ്. എനേബിൾ. അപ്പോഴാണ് അതൊരു വെർബാവുന്നത്. ഏബിൾ ഒരു അഡ്ജക്റ്റീവ് ആണ്, നേരത്തെ പറഞ്ഞു. അതിന്റെ കൂടെ മുമ്പിൽ എൻ കൂട്ടുമ്പോൾ അതൊരു വെർബായി മാറും. എനേബിൾ ദ ബാറ്റ്സിനെ അങ്ങനെ ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കാൻ സഹായിക്കുകയാണ്. 40ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ പ്രിഫിക്സ് ഇൻ ഡിസസോസിയേറ്റ്? ഡിസസോസിയേറ്റ് എന്ന് പറയുന്ന വാക്കിനകത്ത് ഒരു പ്രിഫിക്സ് ഉണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമോ? പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുമ്പ് ചേർക്കുന്ന സാധനമാണല്ലോ. അങ്ങനെയെങ്കിൽ ഏതാ അവിടെ മുമ്പിലുള്ളത്? ഡിസ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അങ്ങനെ 40 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 10 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. 41ാമത്തെ ചോദ്യം. കേരള ഹാസ് ഓൺലി നെഗ്ലിജിബിൾ ഡാഷ് ലിറ്ററേറ്റ് പോപ്പുലേഷൻ. കേരള ഹാസ് ഓൺലി നെഗ്ലിജിബിൾ ലിറ്ററേറ്റ് പോപ്പുലേഷൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് പോപ്പുലേഷൻ ഉള്ളത്? കേരളമാണ് ഏറ്റവും കുറവ് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ ഉള്ള സംസ്ഥാനം, നിരക്ഷരരായിട്ടുള്ളത്. അപ്പൊ ഇല്ലിറ്ററേറ്റ്, IL കൂട്ടിക്കഴിഞ്ഞാൽ നിരക്ഷരരായി. വെറും ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ അക്ഷരരായി, അക്ഷരം അറിയുന്നവരായി. ഇല്ലിറ്ററേറ്റ് നേരെ ഓപ്പോസിറ്റ് ആയി. അടുത്ത 42ാമത്തെ ചോദ്യം. യുവർ ആർഗ്യുമെന്റ് സീംസ് ടു ബി ക്വയറ്റ് ഡാഷ് ലോജിക്കൽ. ഇവിടെ ഏതായിരിക്കും സൂട്ടബിൾ ആയിട്ടുള്ളത്? യുവർ ആർഗ്യുമെന്റ്, നിങ്ങളുടെ വാദം എങ്ങനെയാ തോന്നുന്നത്? ടു ബി ക്വയറ്റ് ഡാഷ് ലോജിക്കൽ. ലോജിക്കൽ അല്ല എന്ന് തോന്നുന്നു. ലോജിക്കിനനുസരിച്ച് ഉള്ളതെല്ലാം തോന്നുന്നു. അപ്പൊ ഈ ലോജിക്കലിന്റെ ഓപ്പോസിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചേർക്കണം? ഇല്ലോജിക്കൽ.
അണ്ണ് പറ്റില്ല അല്ലെ, ഇത് രണ്ടെണ്ണം അതുപോലെ അൺ പറ്റില്ല, ഇൻ പറ്റില്ല. ഇല്ലോജിക്കലാണ്, ഇല്ലീഗൽ പോലെ. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിഷ്ണു നായർ, സെയിം ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. 43. ഇൻ സം കൺട്രീസ് ഇറ്റ് ഈസ് ഡാഷ് ലീഗൽ ടു കീപ് ഗൺ. ഓ, ഇത് റിപ്പീറ്റേഷൻ ആണ് ക്വസ്റ്റ്യൻ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഏതാ ശരി ഉത്തരം? പെട്ടെന്ന് പറഞ്ഞോളൂ. ലീഗലിന്റെ ഓപ്പോസിറ്റ് ഇല്ലീഗൽ. 44ാമത്തെ ചോദ്യം. The evidence would dash able us to arrive at a conclusion. The evidence അല്ലെ, തെളിവുകൾ would dash able us to arrive at a conclusion. നമ്മുടെ കൺക്ലൂഷനിൽ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പറ്റിയ വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എനേബിൾ. നേരത്തെ ബാറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, എനേബിൾ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആ ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 45. The new system will dash able students to have easy access to information. പുതിയ സിസ്റ്റം, ന്യൂ സിസ്റ്റം കുട്ടികൾക്ക് എളുപ്പത്തിൽ അറിവുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക. ഏതാ? എനേബിൾ. എത്ര തവണയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? അപ്പൊ ഇനി അത് നിങ്ങൾ ഇനി ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് മാർക്ക് പോയില്ല. അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഡാഷ് ഏബിൾ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഒബ്ജക്ട്സ്. റിയലി സോറി, ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ്. നമ്മളെ കഴിഞ്ഞ PSCയുടെ പ്രിലിമിനറി പരീക്ഷ പോലെ ആയിപ്പോയി അല്ലേ, സോറി. വെരി സിമ്പിൾ ആണ്, എനേബിൾ. 47ാമത്തെ ചോദ്യം. ഡാഷ് റിലീജിയസ് ഫോഴ്സസ് ആർ മേക്കിംഗ് എ ഷോ ഓഫ് സ്ട്രെങ്ത് ഇൻ ദ പൊളിറ്റിക്കൽ അരീന. ഡാഷ് റിലീജിയസ് ഫോഴ്സസ് ആർ മേക്കിംഗ് എ ഷോ ഓഫ് സ്ട്രെങ്ത് ഇൻ ദ പൊളിറ്റിക്കൽ അരീന. ഇവിടെ ഏതായിരിക്കും ശരി ഉത്തരം? റിലീജിയസിന്റെ മുമ്പിൽ ഒരു പ്രിഫിക്സ് ഉണ്ടെങ്കിൽ അത് എന്താണ്? റിലീജിയസ് എന്ന് പറഞ്ഞാൽ മതപരമായ, അപ്പൊ മതവിരുദ്ധമായ എന്ന അർത്ഥത്തിലായിരിക്കില്ല, വിപരീതം. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ മതത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാവാം. അപ്പൊ ഇവിടെ ഒന്നുകിൽ വിരുദ്ധമായ എന്നാണെങ്കിൽ ആന്റി വേണം. ഓപ്ഷനിൽ ആന്റി ഇല്ല, ഇവിടെ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ മതത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, കൂടുതൽ റിലീജിയസ് ആയിട്ടുള്ള എന്ന അർത്ഥത്തിലാണെങ്കിൽ ഒരു പോസിറ്റീവ് പ്രയോഗമാണ് പ്രോ. എന്തിനോടെങ്കിലും ആഭിമുഖ്യമുള്ള എന്നറിയണമെങ്കിൽ പ്രോ വെച്ച് പറഞ്ഞാൽ മതി. മതത്തോട് താല്പര്യമുള്ള ആൾക്കാരുടെ അല്ലെ ഫോഴ്സ്. അപ്പൊ പ്രോ റിലീജിയസ് ആണ് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇറ്റ് ഇസ് ടൈം വി കൺസോളിഡേറ്റഡ്. നമ്മളിങ്ങനെ ആളുകളെ കൂട്ടിയോജിപ്പിക്കേണ്ട, കൺസോളിഡേറ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഏതാളുകളെ? ഡാഷ് സെക്യുലർ ഫോഴ്സുകളെ. അപ്പൊ എന്തായാലും ഈ ചോദ്യം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായിരിക്കും? സെക്യുലർ എന്ന് പറഞ്ഞാൽ മതേതരം. മതേതരത്തോട് ആഭിമുഖ്യമുള്ള ആളുകളെ കൂട്ടിയോജിപ്പിക്കേണ്ട, കൺസോളിഡേറ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അതിന് നേരെ വിപരീതം എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കില്ലല്ലോ. സെക്യുലറിന്റെ ഓപ്പോസിറ്റ് എന്താ? ആന്റി സെക്യുലർ. ആന്റി സെക്യുലർ ആയിട്ടുള്ള ആൾക്കാരെ കൂട്ടിയോജിപ്പിക്കാൻ എന്തായാലും ഒരു പൊതുപരീക്ഷയിൽ ചോദിക്കില്ലല്ലോ. അതൊരു സാമൂഹികമായ ശരിയല്ലല്ലോ, തെറ്റല്ലേ? അപ്പൊ പ്രോ സെക്യുലർ ഉണ്ടോ നോക്കൂ. അതിനോട് ആഭിമുഖ്യമുള്ളതും ഉണ്ട്. പ്രോ സെക്യുലർ ഫോഴ്സസിനെ, മതേതര കാഴ്ചപ്പാടുള്ളവരെ. അപ്പൊ പ്രോ സെക്യുലർ ആണ് ശരി, ആന്റി അല്ല. ആന്റി എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ അർത്ഥം മാറും. പക്ഷെ അതൊരു സാമൂഹിക വിരുദ്ധമായ സംഗതി ആയതുകൊണ്ട് അത് അതിന്റെ ആൻസർ അല്ല. അപ്പൊ കുറച്ച് യുക്തി കൂടി നമ്മൾ ഉപയോഗിക്കണം. 49ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. Thousands of people have taken part in a dash democracy demonstration. ഇവിടെയും നിങ്ങൾ യുക്തിയാണ് ഉപയോഗിക്കേണ്ടത്. നക്സലൈറ്റോ ദിലീപേ, നക്സലൈറ്റുകളൊന്നും കേൾക്കണ്ട കേട്ടോ, വെടിവെച്ച് കൊല്ലും. അപ്പൊ ഇവിടെ thousands of people have taken part in a dash democracy demonstration. ഇവിടെ ഈ പറഞ്ഞതുപോലെ thousands of people, ആയിരക്കണക്കിന് ആൾക്കാർ ടേക്കൻ പാർട്ട്, പങ്കെടുത്തിട്ടുണ്ട്. ഡെമോക്രസിയോട് അനുഭാവമുള്ളവരാണെങ്കിൽ നമുക്ക് പ്രോ ഉപയോഗിക്കാം. എന്നാൽ ജനാധിപത്യ വിരുദ്ധരായ ആൾക്കാരുടെ മുമ്പിൽ ആന്റി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ ഇത് ശരിയാണ്, ഇതും ശരിയാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷെ ഇത് ശരിയല്ല. എന്തുകൊണ്ടാണ്? വൈ? പ്രോ ഡെമോക്രസിയാണ് ശരി. അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആണ്. പ്രോ ഡെമോക്രസി എന്നാൽ ജനാധിപത്യത്തോട് താല്പര്യമുള്ളത്.
രണ്ട്, ആന്റി ഡെമോക്രസി എന്ന് പറയില്ല, ആന്റി ഡെമോക്രാറ്റിക് എന്നാണ് പ്രയോഗം. ഇത് ക്രസിയാണ്. അതുകൊണ്ട് ഇവിടെ പ്രോ ഡെമോക്രസി ഓപ്ഷൻ സി ആണ് ശരിയായ അർത്ഥം, ശരിയായ പ്രയോഗം എന്ന് പറയുന്നത്. പ്രോ ഡെമോക്രസി, ആന്റി ഡെമോക്രാറ്റിക്. 50ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ആൻഡ് സോഫി ഡാഷ് ബ്രേസ്ഡ് ഹെർ വാംലി. ബ്രേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താങ്ങി നിർത്തുക എന്നൊക്കെ പറയും അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ഏതായിരിക്കും ശരി? ആ ബ്രേസിന്റെ മുമ്പില്, ബ്രേസ് എന്ന് പറഞ്ഞാൽ താങ്ങുക, ബ്രേസിന്റെ മുമ്പില് ഒരു സഫിക്സ്, ഒരു താങ്ങായി കൊടുത്താൽ, സോറി ഒരു പ്രിഫിക്സ്, ഒരു താങ്ങ് പോലെ കൊടുത്താൽ അതിന്റെ അർത്ഥം മാറും. ഏത് പ്രിഫിക്സാ? എം എന്ന് പറഞ്ഞ പ്രിഫിക്സ് ബ്രേസിന്റെ മുമ്പിൽ വെച്ചാൽ എംപ്രൈസ് ആവും. എംപ്രൈസ് എന്ന് പറഞ്ഞാല് ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. എംപ്രൈസ്. 50 ചോദ്യം ചോദിച്ചപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് താഴെ അറിയിക്കും, നോക്കട്ടെ. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അത് 40 ആണെങ്കിലും വേണ്ടില്ല, 35 ആണെങ്കിലും വേണ്ടില്ല, താഴെ കമന്റ് ബോക്സിൽ ലൈക്ക് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. എല്ലാവരും ലൈക്ക് ഇടാൻ നോക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും മാർക്കൊന്ന് പറയൂ. 50ൽ 50 കിട്ടിയവരൊക്കെ ഉണ്ട്, ഒരുപാട് സന്തോഷം. 47, 6 തെറ്റിപ്പോയി. കൊള്ളാം. ഫൺ അക്കാദമിയുടെ പുതിയ കുറെ കോഴ്സുകൾ വരുന്നുണ്ട്. പ്ലസ്സിൽ കേട്ടിട്ടുണ്ട്, 2 ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ദൗത്യം ബാച്ച് ഉണ്ട്, LDC 100 days മെയിൻ്റെ ബാച്ച് ഉണ്ട്, HSA ഇംഗ്ലീഷിൻ്റെ ബാച്ച് ഉണ്ട്, ധാരാളം ബാച്ചുകളുണ്ട്. അൺ അക്കാദമി എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. സീരിയസ് ആയിട്ട് പഠിക്കുന്നവർ എത്രയും പെട്ടെന്ന് അൺ അക്കാദമിയിലേക്ക് വരൂ. ഈ റെഫറൽ കോഡ് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ. അൺ അക്കാദമിയെ കുറിച്ച് ഒന്നും അറിയില്ല എങ്കിൽ 7510 690 442 ഫോൺ വിളിക്കൂ, ഡീറ്റെയിൽസ് ചോദിക്കൂ, എല്ലാം പറഞ്ഞുതരാം. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു നല്ല മാർഗമാണിത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് നാളെ ഇതേ സമയത്ത് 8:30ക്ക് 8:35 കാണാം. നാളത്തെ ടോപ്പിക്ക് പഠിച്ചിട്ട് വരൂ എല്ലാവർക്കും. കൃഷ്ണ, താങ്ക് യു കൃഷ്ണ വാസുദേവ് ഗുരുവായൂർ. ഓക്കെ, ഉസ്ന, ശ്രീദേവി, പ്രതുല, ഫസ്റ്റ് ലീപ്, രചിത, ആരാധ്യ, പ്രമോദ്, ലജന, ശ്രുതിഷ, എല്ലാവരും പേരൊന്നും വായിക്കുന്നില്ല. എല്ലാവർക്കും താങ്ക്സ് എ ലോട്ട്.